പ്രിയപ്പെട്ടവരെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാം സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കമ്പ്യൂട്ടർ എന്താണെന്നും കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഭാഗങ്ങളെപ്പറ്റിയും വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് കുറച്ച് കണക്കായാലോ? അപ്പോൾ കണക്ക് എന്ന് കേൾക്കുമ്പോൾ ഒരു നെഞ്ചിടിപ്പുണ്ടാവും അല്ലേ? കാരണം ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ബാച്ചിലോട്ട് വരുമ്പോൾ കണക്കിന് കുറച്ച് കുറവുണ്ടാവും എന്നുള്ളൊരു ധാരണയോട് കൂടിയിട്ടാണ് നമ്മൾ വരുന്നത്. പക്ഷേ പേടിക്കാനൊന്നുമില്ല. ചെറിയ ചില കണക്കുകൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. കമ്പ്യൂട്ടിംഗ് എന്ന വാക്ക് നിങ്ങൾക്കറിയാം, അതിൻ്റെ അർത്ഥം കാൽക്കുലേഷൻ എന്നാണ്. ആ വാക്കിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്നുള്ള വാക്ക് ഉണ്ടായത്. നമുക്കറിയാം, കമ്പ്യൂട്ടർ സയൻസ് എന്ന സബ്ജക്റ്റ് തന്നെ മാത്തമാറ്റിക്സിൻ്റെ ഒരു ഉപശാഖയാണ്. അപ്പോൾ കണക്കില്ലാതെ നമുക്ക് കമ്പ്യൂട്ടിംഗ് സാധ്യമല്ല. ഇനി എന്താണ് നമ്പർ എന്ന് നമുക്ക് നോക്കാം. സംഖ്യകൾ. നമ്പർ ഈസ് എ മാത്തമാറ്റിക്കൽ ഓബ്ജക്റ്റ് യൂസ്ഡ് ടു കൗണ്ട്, ലേബൽ ആൻഡ് മെഷർ. ഇതൊരു ഗണിത വസ്തുവാണ്. അതായത് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആ നമ്പറിൽ വരുന്നത്? കൗണ്ട് ചെയ്യാനുള്ളത്, അതായത് എണ്ണാൻ ഉള്ള സംഗതികൾ, അതേപോലെ തന്നെ സൂചനകൾ നൽകാനുള്ള സംഗതികൾ, അതേപോലെ തന്നെ അളക്കാനുള്ള സംഗതികൾ. ഇതൊക്കെ കൂടിച്ചേർന്നതാണ് നമ്പറുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്, അതായത് സംഖ്യകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും പിന്നെ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇത്തരം മാത്തമാറ്റിക്കൽ ഓബ്ജക്റ്റുകളെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്പർ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരുപാട് നമ്പർ സിസ്റ്റങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ ഓരോ നമ്പർ സിസ്റ്റത്തിലും ഉപയോഗിക്കുന്ന ലിമിറ്റഡ് നമ്പർ ഓഫ് സിംബൽസ് അവൈലബിൾ ആയിരിക്കും. ആ സിംബലുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആ നമ്പർ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ലിമിറ്റഡ് നമ്പറുകളുടെ എണ്ണത്തെ നമ്മൾ സാധാരണഗതിയിൽ വിളിക്കുന്നത് ആ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്നാണ് വിളിക്കുന്നത്. അതായത് ആധാരം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ സിസ്റ്റത്തിൽ ഇത്ര എണ്ണം സിംബലുകളാണ് ഉപയോഗിക്കുന്നത്, അതിനെ നമ്മൾ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് വിളിക്കുന്നു. ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് സിംബൽസ് യൂസ്ഡ് ഇൻ എ നമ്പർ സിസ്റ്റം ഈസ് കോൾഡ് ബേസ് ഓർ റാഡിക്സ്. അപ്പോൾ നമുക്ക് ഈ നമ്പർ സിസ്റ്റങ്ങളുടെ അടിസ്ഥാന ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു എന്ന് നോക്കാം. അപ്പോൾ ദർ ആർ 2 types ഓഫ് നമ്പർ സിസ്റ്റംസ് അവൈലബിൾ. ഫസ്റ്റ് വൺ ഈസ് നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം ആൻഡ് അതർ വൺ ഈസ് പൊസിഷണൽ നമ്പർ സിസ്റ്റം. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. A non-positional number system uses a limited number of symbols in which each symbol has a value. ഒരു നമ്പർ സിസ്റ്റത്തിൽ കുറേ ലിമിറ്റഡ് നമ്പർ ഓഫ് സിംബലുകൾ ഉപയോഗിച്ചുകൊണ്ട് സംഖ്യകളെ റെപ്രസെൻ്റ് ചെയ്യാം. ആ ഓരോ സിംബലിനും ഓരോ വില കൃത്യമായിട്ട് കൽപ്പിച്ച് നൽകിയിട്ടുമുണ്ടാവും. അത്തരം നമ്പർ സിസ്റ്റത്തെയാണ് നമ്മൾ നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകതയും കൂടി നോക്കൂ. ഈ നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന സംഖ്യകളിൽ അടങ്ങിയിരിക്കുന്ന ഡിജിറ്റുകൾ അല്ലെങ്കിൽ സിംബലുകൾ, ആ ഓരോ സിംബലിനും പ്രത്യേകിച്ച് സ്ഥാനവില
നൽകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് ഒരു നമ്പറിനകത്തുള്ള ഡിഫറൻറ്റ് ചിഹ്നങ്ങളെ അല്ലെങ്കിൽ ഡിജിറ്റുകളെ അവയുടെ സ്ഥാനവിലയുമായി ബന്ധപ്പെടുത്തി വില കണക്കാക്കാൻ നമുക്ക് സാധിക്കില്ല. അത്തരം നമ്പർ സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവയുടെ വേറൊരു പ്രത്യേകതയും കൂടി നോക്കിക്കോളൂ. ഇവയെ നമുക്ക് ഡയറക്റ്റ് കാൽക്കുലേഷന് വിധേയമാക്കാൻ സാധിക്കില്ല എന്നർത്ഥം. അതായത് വി കനോട്ട് പെർഫോം കാൽക്കുലേഷൻ ഡയറക്റ്റ്ലി യൂസിങ് ദിസ് നമ്പർ സിസ്റ്റം. ഉദാഹരണത്തിന് നമുക്കൊരു നമ്പർ സിസ്റ്റം എടുക്കുക. അതായത് നമ്മുടെ റോമൻ നമ്പർ സിസ്റ്റം, നമ്മളൊക്കെ ജീവിതത്തിലൊക്കെ ഉപയോഗിക്കുന്ന, ഡെയിലി ലൈഫിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റോമൻ നമ്പർ സിസ്റ്റം. അപ്പോൾ നമുക്ക് പല സ്ഥലത്തായിട്ട് ഇത് കാണാൻ സാധിക്കും. നമ്മുടെ ക്ലാസ് റൂമുകളിൽ ലേബലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റമാണ് നമ്മൾ ഈ റോമൻ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിലകത്ത് 7 ലെറ്റേഴ്സാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ വസ്ത്രങ്ങളിലൊക്കെ സൈസൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നമ്പർ സിസ്റ്റത്തെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചോളൂ. 1, 2, 3, 4 എന്നൊക്കെ എഴുതിയതായിട്ട് നമുക്ക് സ്ക്രീനിൽ കാണാം. അപ്പം അതിന് ഓരോ നമ്പറിനും പ്രത്യേക വില കൽപ്പിച്ച് നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതിലേതെങ്കിലും നമ്പറുകൾ തമ്മിൽ നമുക്ക് കാൽക്കുലേഷൻ നടത്താൻ സാധിക്കുമോ? ഇല്ല. അതായത് 1+3 അല്ലെങ്കിൽ 1+4 അല്ലെങ്കിൽ 3+4 എന്നുള്ളത് കാൽക്കുലേഷന് വിധേയമാക്കാൻ നമുക്ക് സാധിക്കില്ല. അതാണ് ഈ നമ്പർ സിസ്റ്റത്തിൻ്റെ ഒരു ന്യൂനത എന്ന് പറയുന്നത്. അതായത് നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ഓൺലി യൂസ്ഡ് ടു ലേബൽ ദ സീക്വൻസിനെ ലേബൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളത് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ കാറ്റഗറി നോക്കിക്കോളൂ, പൊസിഷണൽ നമ്പർ സിസ്റ്റം. ഈ പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചോളൂ. എ പൊസിഷണൽ നമ്പർ സിസ്റ്റം ഈസ് എ സിസ്റ്റം ഫോർ റെപ്രസെൻറ്റേഷൻ of numbers by an ordered set of symbols called digits, in which the values of a numeral symbol depends on its position. അതാണ് അതിൻ്റെ പ്രത്യേകത. നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിൽ നിന്നും പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിനെ വ്യത്യസ്തമാക്കുന്നത് ഈ പ്രത്യേകതയാണ്. എന്താണ് ആ പ്രത്യേകത നോക്കിക്കോളൂ. ഒരു നമ്പറിൽ അടങ്ങിയിരിക്കുന്ന ഓരോ ഡിജിറ്റുകൾക്കും പ്രത്യേക സ്ഥാനവിലകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആ സ്ഥാനവിലയും അതിൻ്റെ യഥാർത്ഥ വിലയും തമ്മിലൊരു കൃത്യമായിട്ടുള്ള ബന്ധവുമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആൻഡ് ഓൾസോ വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് വി ക്യാൻ പെർഫോം കാൽക്കുലേഷൻ യൂസിങ് ദിസ് ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റം. നമുക്ക് ഡയറക്റ്റ് കാൽക്കുലേഷൻ പോസിബിളാണ് ഈ നമ്പർ സിസ്റ്റത്തിലെ നമ്പറുകൾ ഉപയോഗിച്ചിട്ട്. ഉദാഹരണത്തിന് നമുക്ക് നോക്കാം, 1, 2, 3, 4, 5, 6 എന്ന് പറയുന്ന നമ്മുടെ നമ്പർ സിസ്റ്റം 100, 200, 300 എന്നുള്ള സീക്വൻഷ്യൽ ഓർഡറിൽ പോകുന്നത്. അതുപോലെ തന്നെ 0, 1, 1, 0, 1, 1 എന്നുള്ള ഒരു പർട്ടിക്കുലർ സീക്വൻസിൽ പോകുന്ന നമ്പേഴ്സ്. ഇത് പലതരം നമ്പർ സിസ്റ്റങ്ങളാണ്. ആ നമ്പർ സിസ്റ്റങ്ങളൊക്കെ പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്നുള്ള കാറ്റഗറി കോമൺ ആയിട്ട് ഉപയോഗിക്കാത്തൊരു നമ്പർ സിസ്റ്റമാണ്. പക്ഷേ പൊസിഷണൽ നമ്പർ സിസ്റ്റം നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ പൊസിഷണൽ നമ്പർ സിസ്റ്റം മാത്രമേ കമ്പ്യൂട്ടർ എന്നുള്ള ഉപകരണത്തിനും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കമ്പ്യൂട്ടറിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് ഒരു ഭാഷ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. അതിന് അതേതാണ്? ഓൺ ആൻഡ് ഓഫ് എന്നുള്ള സിറ്റുവേഷൻ മാത്രമാണ്, അല്ലെങ്കിൽ ലോ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് എന്നുള്ള സിറ്റുവേഷൻ മാത്രമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സീറോസ് ആൻഡ് വൺസ് മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടറായിട്ട് അഭേദ്യമായ ബന്ധം ഉള്ളത് പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിലാണ്. അപ്പോൾ അതിൽ ഏതാനും ചില നമ്പർ സിസ്റ്റം മാത്രമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് അതെന്ന് നോക്കാം. സ്ക്രീനിലൊന്ന് ശ്രദ്ധിക്കുക. ഡിഫറെൻറ്റ് പൊസിഷണൽ നമ്പർ സിസ്റ്റംസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്യാണ്, ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് വൺ ഈസ് ഡെസിമൽ നമ്പർ സിസ്റ്റം, സെക്കൻഡ് വൺ ഈസ് ബൈനറി നമ്പർ സിസ്റ്റം, തേർഡ് വൺ ഈസ് ഒക്ടൽ നമ്പർ സിസ്റ്റം ആൻഡ് ഫോർത്ത് വൺ ഈസ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഈ 4 നമ്പർ സിസ്റ്റമാണ് നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെ നമ്പർ സിസ്റ്റം നോക്കാം നമുക്ക്. എന്താണ് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? The decimal number system involves 10 different symbols 0, 1, 2, 3 etc. up to 9
അതായത് 0 through 9 എന്നുള്ള ഡിഫറെൻ്റ് നമ്പറുകൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഡിജിറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു നമ്പർ സിസ്റ്റത്തെയാണ് നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടോട്ടലി 10 ഡിഫറെൻ്റ് സിമ്പിൾസ് ആർ അവൈലബിൾ in that number system. Here the word decimal is derived from the Greek word deca. Deca means 10. Deca എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 എന്നാണ് അതിൻ്റെ മീനിങ്. ആ വാക്കിൽ നിന്നാണ് ഡെസിമൽ എന്നുള്ള വാക്ക് ഡിറൈവ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഡെക്ക എന്നുള്ള വാക്ക് വരാൻ കാരണം നോക്കുക, അല്ലെങ്കിൽ ഡെസിമൽ എന്നുള്ള വാക്ക് വരാൻ കാരണം അതിൽ ടോട്ടലി 10 ഡിഫറെൻ്റ് നമ്പറുകൾ ഉണ്ട്. 0 മുതൽ 9 വരെയുള്ള ഡിഫറെൻ്റ് 10 ഡിജിറ്റ്സ് ആണ് അതിനകത്തുള്ളത്. സോ ദ ബേസ് ഓർ റാഡിക്സ് ഓഫ് ദിസ് നമ്പർ സിസ്റ്റം ഈസ് 10. ഈ നമ്പർ സിസ്റ്റത്തിൻ്റെ ആധാരം എത്രയാണ്? 10 ആണ്. കാരണം ഇതിനകത്ത് 10 ഡിഫറെൻ്റ് ഡിജിറ്റുകൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ നമ്പർ സിസ്റ്റത്തിലുള്ള ഓരോ നമ്പറുകളുടെയും വില എങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് 743 നമുക്കങ്ങനെ വായിക്കാം. 743 നമുക്ക് വായിക്കാം. കാരണം നമുക്ക് ആ നമ്പറിന് പരിചയമുള്ളത് കൊണ്ട് നമുക്കത് വായിക്കാൻ സാധിക്കുന്നു. പക്ഷേ ഈ നമ്പർ സിസ്റ്റത്തെ നമുക്ക് മുൻ അറിവ് ഇല്ല എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ നമ്പറിനെ എങ്ങനെ വായിക്കാൻ പറ്റുള്ളൂ? 743 എന്ന് മാത്രമേ നമുക്ക് വായിക്കാൻ സാധിക്കുള്ളൂ. ഈ നമ്പർ, ഈ 743 എന്നുള്ള വില വന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. 7 hundreds, 4 tens, അതുപോലെ തന്നെ 3 ones ഇവ കൂടിച്ചേർന്നിട്ടാണ് എന്താവുന്നത്? 743 അല്ലെങ്കിൽ 743 ആവുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ഹൺഡ്രഡ്സ്, ടെൻസ്, യൂണിറ്റ്സ്, അതായത് 100, 10, 1, ഈ 3 പൊസിഷണൽ വാല്യൂസ് 10 എന്നുള്ള ബേസിൻ്റെ, അതായത് നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസായിട്ടുള്ള 10 എന്നുള്ള നമ്പറിൻ്റെ പവേഴ്സാണ് അല്ലേ. എക്സാമ്പിൾ 7 എന്നുള്ള പൊസിഷൻ്റെ വില എത്രയാണ്? 10⁻²2 ആണ്, റൈറ്റ്? 100 ആണ്. 4 എന്നുള്ള പൊസിഷൻ്റെ വില എത്രയാണ്? അല്ലെങ്കിൽ ആ ഡിജിറ്റിൻ്റെ പൊസിഷൻ്റെ വില എത്രയാണ്? 10⁻1 ആണ്. ദെൻ 3യുടേതോ 10⁻0 ആണ്. അങ്ങനെയാണ് ആ വാല്യൂ കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കൂ, 7 × 10⁻² പ്ലസ് 4 × 10⁻1 പ്ലസ് 3 × 10⁻0 ആണ്. 743 എന്നുള്ള വാല്യൂ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് നോക്കൂ. അതായത് ഓരോ പൊസിഷനിലുമുള്ള ഡിജിറ്റിനെ അതത് പൊസിഷണൽ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പരസ്പരം കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? അതിൻ്റെ യഥാർത്ഥ വില നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പറയുന്നത് സം ഓഫ് പ്രോഡക്ട്സ് ഓഫ് ഇൻഡിവിജ്വൽ ഡിജിറ്റ്സ് ആൻഡ് ഇറ്റ്സ് പൊസിഷണൽ വാല്യൂ എന്നാണ് നമ്മൾ പറയണത്. അപ്പോൾ ആ പൊസിഷണൽ വാല്യൂസ് എങ്ങനെയാണ് പോകുന്നത് നോക്കൂ. ആ നമ്പറിൻ്റെ വലത്തേ അറ്റത്ത് നിന്ന് ഇടത്തേ അറ്റത്തേക്ക് നമ്മൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ ആ വലത്തേ അറ്റത്തുള്ള സംഖ്യയുടെ പൊസിഷണൽ വാല്യൂ 10⁻0 ആണ് അല്ലേ. രണ്ടാമത്തതോ 10⁻1 ആണ്. മൂന്നാമത്തത് 10⁻2. അപ്പോൾ ഇടത്തോട്ടേക്ക് പോകുമ്പോൾ പവർ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മൂന്നാമത്തെ പൊസിഷനിൽ എത്തുമ്പോഴെന്താവുന്നു? 10⁻2. നാലാമത്തെ പൊസിഷനിൽ എത്തുമ്പോൾ 10⁻3. അങ്ങനെ മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് ഈ നമ്പർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ പൊസിഷണൽ വാല്യൂ ആയിട്ട് വളരെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നതാണ് ഈ നമ്പർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ആ വില കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ നമ്പർ സിസ്റ്റത്തിലുള്ള വാല്യൂ വലതുഭാഗത്ത് നിന്നും ഇടതുഭാഗത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ പൊസിഷണൽ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വലുതായി വരികയാണ്. അപ്പോൾ ഈ സംഖ്യയിൽ 743 അകത്ത് ഏറ്റവും വലിയ പൊസിഷണൽ വാല്യൂ ഉള്ളത് ഏതിനാണ്? 7 എന്നുള്ള ഡിജിറ്റിനാണ്. അതായത് 10⁻2 എന്ന് പറയുന്ന വാല്യൂ ആണ്. ഇപ്പോൾ നമുക്ക് അടുത്ത നമ്പർ ഒന്ന് നോക്കാം. അടുത്ത നമ്പർ ശ്രദ്ധിച്ചോളൂ. 249.367 എന്നുള്ള നമ്പർ എടുത്ത് നോക്കൂ.
ഈ നമ്പറിൽ രണ്ട് ഭാഗങ്ങൾ നമുക്ക് കാണാം അല്ലേ. ഒന്ന് അതിൻ്റെ ഇൻറ്റിജർ പാർട്ടും മറ്റൊന്ന് ഫ്രാക്ഷണൽ പാർട്ടും എന്ന് പറയും. ഇൻറ്റിജർ പാർട്ട് എന്ന് പറഞ്ഞാൽ പൂർണ്ണ സംഖ്യയും ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ദശാംശ സംഖ്യയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പോൾ 249 എന്നുള്ളത് ഇൻറ്റിജർ പാർട്ടും 0.367 എന്നുള്ളത് ഫ്രാക്ഷണൽ പാർട്ടുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഈ നമ്പറിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കിക്കോളൂ. ദശാംശ സ്ഥാനത്തിന് ശേഷമുള്ള പൊസിഷണൽ വാല്യൂസ് സ്ക്രീനിലൊന്ന് ശ്രദ്ധിച്ചോളൂ. 10⁻⁻1, 10⁻², 10⁻³ എന്നുള്ള രീതിയിലാണത് പോണത്. കണ്ടല്ലോ. അപ്പോൾ ഇതിൽ കാൽക്കുലേഷൻ ഒന്ന് സ്ക്രീനിൽ ശ്രദ്ധിക്കുക. 2 × 10⁻² + 4 × 10⁻1 + 9 × 10⁻0 + 3 × 10⁻1. അതായത് ദശാംശ സ്ഥാനത്തിന് ശേഷമുള്ളത് എന്താ വരുന്നത്? പവർ നെഗറ്റീവ് പവേഴ്സ് ആയിട്ടാണ് വരുന്നത്. 3 × 10⁻1 + 6 × 10⁻2 + 7 × 10⁻3. അപ്പോൾ എങ്ങനെ വരുന്നു? 2 × 100 + 4 × 10 + 9 × 1 + 3 × 0.1 + 6 × 0.01 + 7 × 0.001, that is 200 + 40 + 9 + 0.3 + 0.06 + 0.007, that is 249.367 എന്നാണ് ആ വാല്യൂ വരുന്നത്. അപ്പോൾ യഥാർത്ഥ വാല്യൂ കിട്ടിയത് എങ്ങനെയാണെന്ന് നോക്കൂ. ഓരോ ഡിജിറ്റിനെയും അതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷണൽ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അത് പരസ്പരം കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? അതിൻ്റെ വാല്യൂ കിട്ടുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സംഖ്യയിലെ ഏറ്റവും ഇടത്തെ അറ്റത്തുള്ള സംഖ്യ എത്രയാണ്? 2 ആണ്. ആ 2ൻ്റെ പൊസിഷണൽ വാല്യൂ ആണല്ലോ 10⁻², അതായത് 100. ആ വാല്യൂ ആണല്ലോ ഏറ്റവും വലിയ വാല്യൂ അതിനകത്ത്. അപ്പോൾ ഏറ്റവും വലിയ വാല്യൂ ഏത് ഭാഗത്താണ് ഉള്ളത്? ഇടത്തെ അറ്റത്താണുള്ളത്. അത് നമ്മൾ വിളിക്കുന്നത് MSD എന്നാണ്, അതായത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇനി ഏറ്റവും കുറഞ്ഞ വിലയുള്ള ഏത് സംഖ്യക്കാന്ന് നോക്കിക്കോളൂ. 7 എന്നുള്ള സംഖ്യ, അതായത് ദശാംശ സ്ഥാനവും കഴിഞ്ഞിട്ട് വലത്തേ അറ്റത്തുള്ള സംഖ്യയായിട്ടുള്ള 7 എന്നുള്ള സംഖ്യയിലാണ് ഏറ്റവും കുറഞ്ഞ പൊസിഷണൽ വാല്യൂ ഉള്ളത്. അതായത് 10⁻³ എന്ന് പറയുമ്പോൾ എത്രയാണ് വന്ന് നോക്കൂ? 0.001 ആണ്. അതാണ് ഏറ്റവും മിനിമം വാല്യൂ. ആ വാല്യൂ ഉള്ള ഡിജിറ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? LSD എന്ന് വിളിക്കുക. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത നമ്പർ സിസ്റ്റത്തിലോട്ട് പോവാം. ബൈനറി നമ്പർ സിസ്റ്റം. ഹിയർ ബൈ മീൻസ് 2. ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്നാണ് മീൻ ചെയ്യുന്നത്. എന്താണ് ഈ നമ്പർ സിസ്റ്റം നോക്കിക്കോളൂ. എ നമ്പർ സിസ്റ്റം വിച്ച് യൂസസ് ഓൺലി 2 symbols 0 and 1 to form a number is called binary number system. Here only 2 digits are used, 0 and 1 only. We can create any number with the use of these 2 digits. That is called binary number system. Okay, so the base of this number is what? 2. That means only 2 symbols are used or 2 digits are used. That is why the base or radix of this number system is 2. Then ബൈനറി ഡിജിറ്റ് എന്നുള്ള ഈ രണ്ട് വാക്കിൽ നിന്നാണ് ബിറ്റ് എന്നുള്ള വാക്ക് ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, ബൈനറിയിലുള്ള BI എന്നെടുത്തു, നമ്മൾ ഡിജിറ്റ് എന്നുള്ളതിലുള്ള TU എടുത്തിട്ടാണ് നമ്മൾ ബിറ്റ് എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ ഈ നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് ആകെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് മാത്രമേ ഉള്ളൂ? 1, 0 എന്നീ 2 ഡിജിറ്റുകൾ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഇത് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം ബേസ് എത്രയാണ്? 2 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊസിഷണൽ വാല്യൂസ് ഏതിൻ്റെ പവേഴ്സായിട്ടാണ് വരുന്നത്? 2ൻ്റെ പവേഴ്സായിട്ടാണ് വരുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നോക്കൂ സ്ക്രീനിൽ. 1101 വിത്ത് ബേസ് 2. ആ ബ്രാക്കറ്റിൽ എഴുതിയൊന്ന് ശ്രദ്ധിക്കുക. എന്തുകൊണ്ടങ്ങനെ എഴുതി വയ്ക്കുന്നു? ഇപ്പോൾ എനിക്ക് ഈ നമ്പറിനെ വേണമെങ്കിൽ 1101 എന്ന് വായിക്കാം. പക്ഷെ അങ്ങനെ പാടുണ്ടോ? ഇല്ല. കാരണം ഇത് ഏത് നമ്പർ സിസ്റ്റത്തിലുള്ളതല്ല? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലുള്ളതല്ല. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലുള്ളതാണെങ്കിൽ എനിക്ക് എങ്ങനെ വായിക്കാമായിരുന്നു? 1101 എന്ന് എനിക്ക് വായിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ അത് സാധിക്കുമോ? ഇല്ല. ഇവിടെ എന്തേ പറ്റുള്ളൂ? 1101 എന്ന് മാത്രമേ നമുക്ക് വായിക്കാൻ
സാധിക്കുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ നമ്പറിൻ്റെ യഥാർത്ഥ വില കിട്ടുന്നത് നോക്കൂ. സ്ക്രീനിലൊന്ന് ശ്രദ്ധിക്കുക. ഓരോ ഡിജിറ്റിനെയും ഞാൻ അതിൻ്റെ പൊസിഷണൽ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പരസ്പരം കൂട്ടുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോളൂ. ഓരോ ബൈനറി നമ്പറിൻ്റെ വെയിറ്റ് അവിടെ കൃത്യമായിട്ട് എഴുതിയായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതായത് വലത്തേ അറ്റത്തുള്ള 1ൻ്റെ വെയിറ്റ് 2^0, നെക്സ്റ്റ് 0ൻ്റെത് 2^1, നെക്സ്റ്റ് 1ൻ്റെത് 2^2, നെക്സ്റ്റ് 1ൻ്റെത് 2^3. So the values are, first positional value is 1, second one is 2, third one is 4 and last one is 8, right? Then നമുക്കതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 1 into 2^3 plus 1 into 2^2 plus 0 into 2^1 plus 1 into 2^0. Yes, 1 into 8 plus 1 into 4 plus 0 into 2 plus 1 into 1. That will be 8 plus 4 plus 0 plus 1. That is 13. See here, 13 is the actual value of this number. 1101 is equivalent to 13 in decimal. അതായത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ യഥാർത്ഥ വില എത്രയാണ്? അതിൻ്റെ 13 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ രൂപത്തിൽ സം ഓഫ് പ്രോഡക്റ്റ് എന്നുള്ള പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? എപ്പോഴും യഥാർത്ഥ വിലയാണ് നമുക്ക് കിട്ടുന്നത്. ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്രാക്ഷണൽ നമ്പർ സിസ്റ്റവും. അതായത് അടുത്ത നമ്പർ സിസ്റ്റം ഒന്ന് നോക്കിക്കോളൂ. 111.011 വിത്ത് ബേസ് 2 എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അതിൻ്റെ വെയിറ്റും ബൈനറി നമ്പർ വാല്യൂവും നമ്മളൊന്ന് നോക്കി നോക്കൂ. ഓരോ പൊസിഷണൽ വാല്യൂ ഒന്ന് നോക്കൂ. എന്താണത് കിട്ടിയിരിക്കുന്നത്? The last digit 1 is having 2^-3 as the positional value. Next 1 is having 2^-1, 0, 2^-1. Next one is 1, 2^0, 1, 2^1, 1, 2^2. Then we can multiply these individual digit with their own corresponding positional value and sum the products. ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് സം ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടി നോക്കൂ. 1 into 2^2 plus 1 into 2^1 plus 1 into 2^0 plus 0 into 2^-1 plus 1 into 2^-2 plus 1 into 2^-3. That will be 4 plus 2 plus 1 plus 0 plus 0.25 plus 0.125. That will be 7.375. That is the decimal equivalent of this particular number. Then we can move on to the next one, that is octal number system. Here octal number system is the number system which uses 8 symbols 0 through 7. So the base of this number system is 8. ഈ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എത്രയാണ്? 8 ആണ്. അപ്പോൾ ഇതിലുള്ള പൊസിഷണൽ വാല്യൂസ് ഏതിൻ്റെ പവേഴ്സ് ആയിട്ടാണ് വരുന്നത്? 8ൻ്റെ പവേഴ്സ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ദ സെയിം തിങ് ക്യാൻ ബി അപ്ലൈഡ് ടു ദിസ് നമ്പർ സിസ്റ്റം ഓൾസോ. നമ്മൾ നേരത്തെ ബൈനറിക്കും ഡെസിമലിനും ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ എന്തിനും ചെയ്യുന്നത്? ആക്ച്വൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്പർ എടുത്തു നോക്കാം. അവിടെ നോക്കിക്കോളൂ. 236. ഇത് ഒക്ടൽ നമ്പറാണ്. 236 എന്നുള്ള നമ്പർ. ഈ ഓരോ നമ്പറിൻ്റെയും പൊസിഷണൽ വാല്യൂസ് നോക്കൂ. വലത്തേ അറ്റത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. 6ൻ്റെ പൊസിഷണൽ വാല്യൂ എത്ര കിട്ടിയിരിക്കുന്നത്? 8^0. നെക്സ്റ്റ് 3യുടെ എന്താ? 8^1. 2ൻ്റെ എന്താണ്? 8^2. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ സം ഓഫ് പ്രോഡക്ട്സ് മെത്തേഡ് എന്ത് ചെയ്യാം? നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ നോക്കൂ. 2 into 8^2 plus 3 into 8^1 plus 6 into 8^0. That will be 2 into 64 plus 3 into 8 plus 6 into 1. That will be 128 plus 24 plus 6. That is 158. That is the decimal equivalent of this particular numbers. That is the actual value. So actual value നമുക്ക് ലഭിച്ചു കഴിഞ്ഞു അല്ലേ? ഓരോ ഡിജിറ്റിനെയും അതിൻ്റെ പൊസിഷണൽ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂട്ടുമ്പോൾ എന്ത് കിട്ടി? അതിൻ്റെ യഥാർത്ഥ വില നമുക്ക് കിട്ടി. ഇത് നമുക്ക് എന്തിനും അപ്ലൈ ചെയ്യാം? ഫ്രാക്ഷണൽ പാർട്ടിന് നമുക്ക് അപ്ലൈ ചെയ്യാം. ഫ്രാക്ഷണൽ നമ്പേഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ 8ൻ്റെ നെഗറ്റീവ് പവേഴ്സ് വരുന്നു മാത്രമേ ഉള്ളൂ. അത് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. നമുക്ക് അടുത്ത നമ്പർ സിസ്റ്റത്തിലോട്ട് കടക്കാം. അതായത് ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇത് ഈ നമ്പർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കൂ. ഇതിനകത്ത് 16 നമ്പറുകൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഏതൊക്കെയാണ് സിമ്പിൾ നോക്കൂ. 0 മുതൽ 9 വരെ നമ്മൾ ഡെസിമലിലുള്ള നമ്പറുകൾ തന്നെയാണ്. പക്ഷേ 10 മുതൽ അങ്ങോട്ടുള്ള നമ്പറുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നത്
എ ബി സി ഡി ഇ എഫ് എന്നീ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ്. 0 1 2 3 എക്സെട്ര അപ് ടു 9. ആഫ്റ്റർ ഓൾ ഇറ്റ് വിൽ ബി 10 11 12 13 14 ആൻഡ് 50. 10 to 15 ഈസ് റെപ്രസെൻറ്റഡ് with the help of A, B, C, D, E and F, right? Okay, then ഈ നമ്പർ സിസ്റ്റത്തിലുള്ള ഓരോ ഡിജിറ്റിനെയും അതത് ഡിജിറ്റിൻ്റെ സ്ഥാനവിലയായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 16ൻ്റെ പവേഴ്സായിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം നമുക്ക്. 1 to AF നിങ്ങൾക്ക് ആ അവരുടെ സംഖ്യ ഇവിടെ നിങ്ങൾക്ക് റെപ്രസെൻ്റ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ആ സംഖ്യയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കൂ. വലത്തേ അറ്റത്തു നിന്ന് ഇടത്തേ അറ്റത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആ വലത്തേ അറ്റത്തുള്ള സംഖ്യയുടെ സ്ഥാനവില നോക്കൂ, 16⁻0 ആണ്. എയുടെ സ്ഥാനവില എത്രയാണ്? 16⁻1 ആണ്. 2ൻ്റെ സ്ഥാനവില എത്രയാണ്? 16⁻2 ആണ്. 1ൻ്റെ സ്ഥാനവില 16⁻3 ആണ്. അപ്പോൾ ഇടത്തോട്ട് വരുന്നതോടുകൂടി എന്ത് ചെയ്യുന്നു? അതിൻ്റെ സ്ഥാനവില കൂടി വരികയാണ്. അതാണല്ലോ നമ്മൾ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും ഇടത്തേ അറ്റത്തുള്ളത്. ഏറ്റവും വലത്തേ അറ്റത്തുള്ളത് എന്താണ്? ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റാണ്. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് കാൽക്കുലേഷൻ നടത്തേണ്ടത്. എന്താണ്? ഓരോ ഇൻഡിവിജ്വൽ ഡിജിറ്റിനെയും അതിൻ്റെ സ്ഥാനവില കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക, പരസ്പരം കൂട്ടുക. ദാറ്റ് വിൽ ബി 1 into 4096 plus 2 into 256 plus 10 into 16 plus 15 into 1. That will be 4096 plus 512 plus 160 plus 15. That will be 4783. That is the decimal equivalent. You got it. എന്തുകൊണ്ട് നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം നമ്മുടെ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നു? ഒരു കാരണമേ ഉള്ളൂ. അതായത് ബൈനറിയിൽ 2 ഡിജിറ്റുകളേ ഉള്ളൂ. അതായത് 0 and 1. ഈ 0 and 1 ഉപയോഗിക്കുന്നതിൽ അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. സിസ്റ്റം ബേസ് ചെയ്തിരിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓൺ ഓർ ഓഫ് എന്നുള്ള കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് ഡിജിറ്റൽ ഡിവൈസ് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ്, ലോ വോൾട്ടേജ്, അതുമായിട്ടൊരു സാമ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ. ഡെസിമലിനെക്കാട്ടും കുറഞ്ഞ ഡിജിറ്റിൽ നമുക്ക് സംഖ്യ റെപ്രസെൻ്റ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കാം? നമുക്ക് ഹെക്സാ ഡെസിമൽ നമ്പേഴ്സിനെ ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒക്ടലും ഹെക്സാ ഡെസിമൽ പോലെയുള്ള സംഖ്യാ സമ്പ്രദായങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത്. അതായത് വലിയ സംഖ്യകളെ ചെറിയ നമ്പർ ഓഫ് ഡിജിറ്റ്സുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതി തയ്യാറാക്കി അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. അതുകൂടാതെ ഈ ഭാഗം ഫില്ല് ചെയ്യിക്കുക. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ കാണാം.